എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പഠിക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എപ്പോഴാണ് ഉപയോഗിക്കുക? നമുക്കറിയാം, ഇപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞ കാര്യം പ്രസൻറ്റ് ടെൻസിൽ തന്നെ ആയിരിക്കും, പക്ഷേ അത് ചെയ്ത കാര്യമാണ്. അതിനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ സൂചിപ്പിക്കുക. മറാഠിയിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിന് പൂർണ്ണ വർത്തമാൻ കാൾ എന്നാണ് പറയുക. നമുക്കറിയാം, ഇരിക്കുക എന്നതിന് മറാഠിയിൽ ബസ്ണെ എന്നാണ് പറയുക, അല്ലേ? അപ്പോൾ ബസ്ണെ എന്ന ഈ വാക്ക് ഉപയോഗിച്ച് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയൊക്കെ നമുക്ക് സെൻറ്റൻസസ് പറയാം, ജെൻഡർ അനുസരിച്ച് ആ വാക്കിന് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നത് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. നീ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് എന്ന് നമ്മൾ മറാഠിയിൽ എങ്ങനെയാണ് ചോദിക്കുക? തു അത്ത കായ് കറത്താ ഹേ എന്നാണ് ചോദിക്കുക. ഇതിന് ഉത്തരമായിട്ട് ഒരു ആൺകുട്ടി ഞാനിപ്പോൾ ഇരിക്കുകയാണ് എന്ന് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെ പറയും? മീ ബസ്ലോ ആഹേ. ഇപ്പോൾ എന്നതിന് ആത്ത എന്നൊരു വാക്കാണ് ഉപയോഗിക്കുക. മീ ആത്ത ബസ്ലോ ആഹേ, ഞാൻ ഇപ്പോൾ ഇരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇപ്പോൾ എന്നുള്ള വാക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇത് പഠിക്കാൻ വേണ്ടി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ യൂസേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഒരു ആൺകുട്ടി പറയുകയാണെങ്കിൽ മീ ബസ്ലോ ആഹേ എന്നാണ് പറയുക. അപ്പോൾ ബസ്ണേ എന്നതാണ് ആക്ഷൻ വേർഡ്, ഇരിക്കുക എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അതിൽ കൺവേർട്ട് ചെയ്യാൻ നേരത്ത് ബസ് എന്ന മൂൾ ശബ്ദ് അങ്ങനെ തന്നെ വെച്ചിട്ട് ആൺകുട്ടിയാണ് പറയുന്നത് എങ്കിൽ ബസ്ലോ ആഹേ എന്നാണ് പറയുക. ഇത് തന്നെ പെൺകുട്ടിയാണ് പറയുന്നതെങ്കിലോ മീ ഞാൻ ബസ്ലേ ആഹേ ഇരിക്കുകയാണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ മീ ഞാൻ മീ ബസ്ലേ ആഹേ, ഇവിടെ ബസ് എന്നുള്ള ആ വാക്ക് റീറ്റെയിൻ ചെയ്യണം. നോക്കൂ, അവിടെ ബസ്ണേ എന്നതിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നേ എന്ന വാക്കിന് ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഇരിക്കുക എന്നതിൻ്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്. ബസ്ണേ എന്നതിൽ നേ എന്ന ലെറ്റർ 2 ലെറ്റേഴ്സ് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ബസ് എന്നത് റീറ്റെയിൻ ചെയ്യണം. ബസ് എന്നത് അങ്ങനെ തന്നെ വെച്ചിട്ട് നേ എന്ന ആ വാക്കിനെ മാറ്റി ബസ്ലോ എന്ന ആൺകുട്ടിയും ബസ്ലേ എന്ന് പെൺകുട്ടിയും പറയും. മീ ബസ്ലേ ആഹേ. ഇനി ഞങ്ങൾ എന്നതിന് 2 വാക്കുകളുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. ആംഹി എന്നുമുണ്ട്, ആപ്പൺ എന്നുമുണ്ട്. ആംഹി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുകയാണ് എന്നെങ്ങനെയാണ് പറയുക? ആംഹി ബസ്ലോ ആഹോത്ത്. ഇവിടെ 2 കാര്യം ശ്രദ്ധിക്കണം. ബസ്ലോ എന്നും വേണം, ആഹോത്ത് എന്നും വേണം. ആഹോത്ത് എന്നുള്ള വാക്ക് പ്ലൂരലിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ആണ് എന്നത് തന്നെയാണ് ആഹേ ആഹോത്ത് എന്നതിൻ്റെയൊക്കെ അർത്ഥം. പക്ഷേ ആഹേ എന്നത് സിംഗുലറിനെയും ആഹോത്ത് എന്നത് പ്ലൂരൽ വാക്കിനെയാണ് സൂചിപ്പിക്കുക. ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ടാണ് ആഹോത്ത് എന്നുപയോഗിക്കുന്നത്. ഇനി ആപ്പൺ എന്നതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഇരിക്കുകയാണ് എന്ന് പറയാൻ എങ്ങനെ പറയണം? ആപ്പൺ ബസ്ലോ ആഹോത്ത്. അപ്പോൾ പ്ലൂരൽ വരുമ്പോൾ ബസ്ലോ എന്ന് തന്നെയാണ് വരിക. പക്ഷേ അവസാനം ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ആഹോത്ത് എന്ന് ചേർക്കണം. മനസ്സിലായില്ലേ? ഇനി നീ ഇരിക്കുകയാണ് എന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ അഥവാ പൂർണ്ണ വർത്തമാൻ കാളിൽ പറയാൻ വേണ്ടിയിട്ട് ജെൻഡർ അനുസരിച്ച് മാറ്റങ്ങൾ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. ഒരാൺകുട്ടിയോട് പറയാൻ നേരത്ത് തു ബസ്ല ആഹേസ് എന്ന് വേണം പറയാൻ. ബസ്ല എന്ന് പറയുമ്പോൾ അത് ആൺകുട്ടിയെയാണ് സൂചിപ്പിക്കുന്നത്. നീ എന്ന് സൂചിപ്പിക്കാനാണ് ആഹേസ് എന്ന വാക്ക് വരുന്നത്. ആണ് എന്ന് തന്നെയാണ് ആഹേസിൻ്റെയും അർത്ഥം. പക്ഷേ നീ എന്ന് പറയുമ്പോൾ ആഹേസ് എന്ന് വേണം പറയാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലൂരൽ പറയാൻ നേരത്ത് ആണ് എന്ന് സൂചിപ്പിക്കാൻ ആഹോത്ത് എന്ന് വേണം എന്ന് പറഞ്ഞില്ലേ? അതുപോലെ നീ എന്ന് സൂചിപ്പിക്കാൻ ആഹേസ് എന്നാണ് വരിക. ആണ് എന്നർത്ഥം വരുന്ന വാക്കാണത്. തു ബസ്ല എന്നത് ഒരു ആൺകുട്ടിയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. തു ബസ്ല ആഹേസ്, നീ ഇരിക്കുകയാണ്. പിന്നെ തു ബസ്ലി ആഹേസ് എന്ന് പറയുമ്പോൾ അത് പെൺകുട്ടിയെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ബസ്ലി ഒരു സ്ത്രീലിംഗാണ്, അപ്പോൾ ബസ്ലി ആഹേസ്. ഇനി പ്ലൂരൽ തുംഹി ബസ്ല ആഹാത്ത്. തുംഹി പ്ലൂരലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അർത്ഥം എന്താണ്? നിങ്ങൾ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ. തുംഹി ബസ്ല ആഹാത്ത്, നിങ്ങൾ ഇരിക്കുകയാണ്.
ഇനി തുംഹി എന്നത് നമുക്കറിയാം റെസ്പെക്റ്റ് കൊടുത്തും കൊണ്ടും നമ്മൾ നിങ്ങൾ എന്ന് പറയുന്നതിന് വേണ്ടി തുംഹി എന്ന വാക്ക് ഉപയോഗിക്കും. അപ്പോഴും തുംഹി ബസ്ല ആഹാത്ത് എന്നാണ് ഉപയോഗിക്കുക. അവിടെ ആഹാത്ത് എന്നതിൻ്റെ അർത്ഥം ആണ് എന്ന് തന്നെയാണ്. പക്ഷെ അവിടെ റെസ്പെക്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ പ്ലൂരൽ സൂചിപ്പിക്കാനോ വേണ്ടിയിട്ട് ആഹാത്ത് എന്ന് വേണം പറയാൻ. അതുപോലെ റെസ്പെക്റ്റ് കൊടുക്കാൻ താങ്കൾ എന്ന വാക്കിൻ്റെ മറാഠി വാക്കാണ് ആപ്പൺ. അപ്പോൾ ആപ്പൺ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആപ്പൺ ബസ്ല ആഹാത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലെങ്കിൽ പൂർണ്ണ വർത്തമാൻ കാളിലാണ് ഈ സെൻറ്റൻസ് വരുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇത് വേറൊരാളെ പറ്റി എങ്ങനെ പറയും എന്ന് നോക്കാം, ജെൻഡർ അനുസരിച്ച്. അപ്പോൾ ഒരു ആൺകുട്ടിയാണ് ഇരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി തോ ബസ്ല ആഹേ, തോ അവൻ ഇരിക്കുകയാണ്, ബസ്ല ആഹേ. ഇപ്പം തന്നെ ചെയ്ത കാര്യത്തെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ സൂചിപ്പിക്കുക. അർത്ഥം മോർ ഓർ ലെസ് സെയിം തന്നെയായിരിക്കും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയാലും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയാലും അർത്ഥം മോർ ഓർ ലെസ് സെയിം ആയിരിക്കും. പക്ഷേ സെൻറ്റൻസിൻ്റെ യൂസേജ് മാറിക്കൊണ്ട് വരും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. തോ ബസ്ല ആഹേ, അവൻ ഇരിക്കുകയാണ്. അതുപോലെ അവൾ ഇരിക്കുകയാണ് എങ്ങനെ പറയും? തീ ബസ്ലി ആഹേ. അപ്പോൾ മൂൾ ശബ്ദ് അല്ലെങ്കിൽ ആക്ഷൻ വേർഡ് ബസ്നയിലെ റൂട്ട് വേർഡ് ബസ് എന്നതാണ്. അതിനെ റീറ്റെയിൻ ചെയ്ത് ജെൻഡർ അനുസരിച്ച് അതിൽ ആ വാക്കിൽ മാറ്റങ്ങൾ വരുത്തണം. തീ ബസ്ലി ആഹേ. ഇനി ന്യൂട്ടർ ജെൻഡർ ആണെങ്കിലോ തേ ബസ്ലെ ആഹേ. തേ എന്ന വാക്ക് നമ്മൾ ന്യൂട്ടർ ജെൻഡറിലാണ് ഉപയോഗിക്കുക. ഒരു കൊച്ചുകുട്ടി ഇരിക്കാൻ നേരത്തെ ഒരു കൊച്ചുകുട്ടി അവിടെ ഇരിക്കണു എന്ന് നമുക്ക് പറയണമെങ്കിൽ തേ അത് അവിടെ ഇരിക്കണു എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം, അത് അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നത് മറാഠിയിൽ പറയുമ്പോൾ തേ ബസ്ലെ ആഹേ എന്നാണ് പറയുക. ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരിരിക്കുകയാണെങ്കിൽ അവരുടെ ജെൻഡർ അനുസരിച്ച് എങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ മാറ്റം വരിക എന്ന് നോക്കാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആണുങ്ങളാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ആൺകുട്ടികളാണ് ഇരിക്കുന്നതെങ്കിൽ തേ ബസ്ലെ ആഹേത്ത്. അതുപോലെ ഒന്നിൽ കൂടുതൽ പെൺകുട്ടിയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളാണ് ഇരിക്കുന്നതെങ്കിൽ ത്യാ ബസ്ല്യാ ആഹേത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ബസ് എന്ന വാക്ക് റീറ്റെയിൻ ചെയ്യണം, ല്യാ എന്നത് കൂട്ടണം പ്ലൂരൽ സൂചിപ്പിക്കാൻ വേണ്ടി. ആഹേത്ത് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഹേത്ത് എന്ന വാക്ക് അല്ലെങ്കിൽ ആഹോത്ത് എന്ന വാക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്ന കാര്യം. പ്ലൂരലാണ് നൗൺ എന്ന കാര്യം. ത്യാ ബസ്ല്യാ ആഹേത്ത്. അതുപോലെ ഇനി ന്യൂട്ടർ ജെൻഡർ, അതിൽ പ്ലൂരൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പറയാം? ഒന്നിൽ കൂടുതൽ കൊച്ചുകുട്ടികൾ ഇരിക്കുകയാണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ എങ്ങനെ പറയാം? തീ ബസ്ലി ആഹേത്ത്. മറാഠി ഗ്രാമർ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ഈ ടെൻസസിൻ്റെ സീരീസ് തുടങ്ങിയത്. പക്ഷേ നമ്മൾക്ക് ഒരു ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെ വേരിയേഷൻസും സെൻറ്റൻസ് ഫോർമേഷനിലെ മാറ്റങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? ഒരേ കാര്യം പല രൂപത്തിൽ ഫോർമേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആരെങ്കിലും ഇതേപോലത്തെ സെൻറ്റൻസസ് ഉപയോഗിക്കുകയാണ് വേറെ ആക്ഷൻ വേർഡ്സ് ഉപയോഗിച്ചും കൊണ്ട് ഇതേപോലത്തെ സെൻറ്റൻസ് പറഞ്ഞാലും അഥവാ അല്ല സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ രൂപത്തിൽ പറഞ്ഞാലും അർത്ഥം ഒന്നാണെങ്കിലും ആ ഫോർമേഷൻ വേറെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്കും സംസാരിക്കാൻ കിട്ടണം. അതുകൊണ്ടാണ് ഈ സീരീസ് ഞാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കണം. അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. Until we see next time, happy living guys.